ബൈബിളിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ശലോമോൻ പറയുന്നു, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല, എന്നാലെല്ലാം മായ എന്ന് അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഞാൻ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന സമയം ഒലവക്കോട്ടെ ലോഡ്ജിൽ എൻ്റെ മുറിയിലിരുന്ന സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ കാണുന്നതെല്ലാം മായ. സങ്കീർത്തനം 39:5 പറയുന്നു, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ആയുസിന്റെ നീളം അവലോകനം ചെയ്ത ദാവീദ് രാജാവ് യഹോവയായ ദൈവം മനുഷ്യന് കനിഞ്ഞു നൽകിയ കാലഘട്ടത്തെ 4 വിരൽ നീളത്തോട് ഉപമിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം 4 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഏതാണ് ഈ കാലഘട്ടങ്ങൾ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങളുടെ കൈയുടെ ചെറുവിരൽ മുതൽ ഇങ്ങനെയൊന്ന് ഉയർത്തിക്കേ, ഇങ്ങനെ വെറുതെ വിരലുകൾ ഇങ്ങനെയൊന്ന് ഉയർത്തിക്കേ. ഓക്കെ, ഇപ്പൊ ഇതില് ഈ 3-ാം വിരലായ യൗവനം മറ്റെല്ലാറ്റിനേക്കാളും തലയെടുപ്പോടെ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും നീളം കൂടിയ വിരലും ഇത് തന്നെയാണ്. യൗവനം എന്ന് പറയുന്നത് തലയെടുപ്പിന്റെ കാലഘട്ടമാണ്. മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും നീളമുള്ള കാലഘട്ടം യൗവനമാണ്. ആർക്കും വഴങ്ങാത്ത കാലഘട്ടവും ഇത് തന്നെയാണ്. ഇപ്പൊ ബാല്യവും കൗമാരവും സ്വപ്നങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ യൗവനം ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ കാലഘട്ടമാണ്. കൗമാരം ദർശനങ്ങളുടേതാണെങ്കിൽ യൗവനം ദർശന സമാപ്തിയുടേതാണ്. കൗമാരം പൂമട്ടാണെങ്കിൽ വിടർന്നു തെളിഞ്ഞ് സൗരഭ്യം പരത്തുന്ന പൂക്കാലമാണ് യൗവനം. അപ്പൊ യൗവനം നേട്ടങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ വാർദ്ധക്യം പിന്തിരിഞ്ഞു നോക്കുവാനുള്ള കാലമാണ്, അവലോകനത്തിന്റെ കാലമാണ്. നേടിയ നേട്ടത്തിന്റെയും കോട്ടത്തെയും ഓർത്ത് സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനുള്ള സമയമായി മാറും. എന്നാൽ യൗവനത്തിൽ നേട്ടം കൊയ്യണമെങ്കിൽ ബാല്യത്തിൽ നല്ല സ്വപ്നങ്ങൾ നെയ്തു കൂട്ടേണ്ടതുണ്ട്. യൗവനത്തിൽ ദർശനപൂർത്തി പ്രാപിക്കണമെങ്കിൽ കൗമാരഘട്ടത്തിൽ തന്നെ ദർശനം ഉളവാകേണ്ടതാണ്. നമ്മുടെ വാർദ്ധക്യം ദുഃഖപൂർണമാകാതിരിക്കണമെങ്കിൽ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുവാൻ സാധിക്കണം. 42 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 19ാമത്തെ വയസ്സിൽ, അപ്പൊ എൻ്റെ പ്രായം നിങ്ങൾക്ക് കണക്കൂട്ടാലോ, 61 വയസ്സായി. 19ാമത്തെ വയസ്സിൽ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാൻ 42 വർഷമായി ശുശ്രൂഷയിലായിട്ട് ദൈവത്തിന്റെ കൃപയാണ്. പാസ്കൽ എന്ന് പറയുന്ന ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, there is a God's shaped vacuum in the heart of each man which cannot be satisfied by any created thing, only God himself through Jesus Christ. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവാകൃതിയുള്ള ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയെ നികത്തുവാനായിട്ട് ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല, സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുവാനായിട്ട് ഇടയാകട്ടെ. സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല, സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം
മയക്കുമരുന്നു മതമോ രാഷ്ട്രീയമോ മദ്യമോ മയക്കുമരുന്നു മതമോ രാഷ്ട്രീയമോ എവിടെ എവിടെ സംതൃപ്തി എവിടെ 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 സംതൃപ്തി എവിടെ ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ മത്തായിയുടെ സുവിശേഷത്തില് യേശുവിന്റെ വംശാവലിയിൽ 4 സ്ത്രീകളെ നമുക്ക് കാണാം. ഒന്ന് റാഹാബ്. ആരാണ്? റാഹാബ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പാപത്തിന്റെ കുഴിയിൽ വീണ റാഹാബിനെ ലോകം പരിഹസിച്ചിരുന്നു. ഒരു പുറജാതിക്കാരിയായിരുന്നു. രണ്ടാമത് കാണുന്നത് താമാർ. ആരാണ്? താമാർ. ലോകം താമാറിനോട് അനീതി കാട്ടിയതായിരുന്നു. മനുഷ്യര് താമാറിനെ ചതിച്ചതായിരുന്നു. മൂന്നാമത് റൂത്ത്. ആരാ? റൂത്ത്. വിധി റൂത്തിനോടും ക്രൂരമായിട്ട് പെരുമാറി. റൂത്തും ഒരു പുറജാതിക്കാരിയായിരുന്നു. നാലാമത് ബത്ശേബ. ആരാ? ബത്ശേബ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റ് ചെയ്തു ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ ഈ 4 സ്ത്രീകളെയും യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. നിങ്ങൾ ഏത് സാഹചര്യത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ കാണുന്നത് പോലെയല്ല സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത്. അമേരിക്ക ചലഞ്ചർ വിക്ഷേപിച്ചപ്പോൾ നിമിഷങ്ങൾക്കകം ആ പേടകം കത്തിയമർന്ന് താഴെ വീണപ്പോൾ പത്രത്തിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? നൃത്തം വിലാപമായി മാറിയപ്പോൾ. എന്നാൽ എന്റെയും നിങ്ങളുടെയും വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ് പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. അടുത്ത ഗാനം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ പോകും.
നിങ്ങളും അത് പാടിക്കണം. പാപിയെ സ്നേഹിക്കും ദൈവമുണ്ടോ? പാപിയെ സ്നേഹിക്കും പാപിയെ സ്നേഹിക്കും ദൈവമുണ്ടോ? പാപിയെ സ്നേഹിക്കും ദൈവമുണ്ടോ? പാപിയെ സ്നേഹിക്കും ദൈവമുണ്ട്. പാപിയെ സ്നേഹിക്കും ദൈവമുണ്ട്. ആരാ? യേശു ഏകനാഥൻ, സ്നേഹം നൽകും രാജൻ. യേശു ഏകനാഥൻ, സ്നേഹം നൽകും രാജൻ. യേശു മരിച്ചത് ആർക്കു വേണ്ടി? യേശു മരിച്ചത് ആർക്കു വേണ്ടി? യേശു മരിച്ചത് ആർക്കു വേണ്ടി? യേശു മരിച്ചത് ഈ മാനവർക്കായി. യേശു മരിച്ചത് ഈ മാനവർക്കായി. യേശു ഏകനാഥൻ, നൽകും നിത്യജീവൻ. യേശു ഏകനാഥൻ, നൽകും നിത്യജീവൻ. രക്ഷ ലഭിക്കുവാൻ എന്തു വേണം? രക്ഷ ലഭിക്കുവാൻ എന്തു വേണം? രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കാം. രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കാം. യേശു ഏകനാഥൻ, നൽകും രക്ഷ നിത്യം. യേശു ഏകനാഥൻ, നൽകും രക്ഷ നിത്യം. പാപം പൊറുക്കുവാൻ ക്രിയ വേണോ? പാപം പൊറുക്കുവാൻ ക്രിയ. പാപം പൊറുക്കുവാൻ ക്രിയ വേണോ? പാപം പൊറുക്കുവാൻ ക്രിയ വേണ്ട. പാപം പൊറുക്കുവാൻ പാപം പൊറുക്കുവാൻ ക്രിയ വേണ്ട. ദൈവം പൊറുക്കും, പാപം ക്ഷമിക്കും. ദൈവം പൊറുക്കും, പാപം ക്ഷമിക്കും. പാപത്തിൻ ശമ്പളം എന്താണെന്നോ? പാപത്തിൻ ശമ്പളം എന്താണെന്നോ? പാപത്തിൻ ശമ്പളം മരണമത്രേ. പാപത്തിൻ ശമ്പളം മരണമത്രേ. പാപം നീക്കിടാനാ നാഥൻ വന്നു ഭൂമിയിൽ. പാപം നീക്കിടാനാ നാഥൻ വന്നു ഭൂമിയിൽ. മരണത്തെ ജയിച്ചവരാരുണ്ട്? മരണത്തെ ജയിച്ചവരാരുണ്ട്? മരണത്തെ ജയിച്ചവരാരുണ്ട്? മരണത്തെ ജയിച്ചവൻ യേശു മാത്രം. മരണത്തെ ജയിച്ചവൻ യേശു മാത്രം. മരണത്തെ ജയിച്ചവൻ എന്നും 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 യേശു വാണിടുന്നു. ഇന്നും എന്നും എന്നും യേശു വാണിടുന്നു. പാപിയെ സ്നേഹിക്കും ദൈവമുണ്ടോ? പാപിയെ സ്നേഹിക്കും ദൈവമുണ്ടോ?
യേശു മരിച്ചത് ആർക്കു വേണ്ടി? യേശു മരിച്ചത് ആർക്കു വേണ്ടി? യേശു മരിച്ചതി മാനവർക്കായി. യേശു മരിച്ചതി മാനവർക്കായി. യേശു ഏകനാഥൻ നൽകും നിത്യജീവൻ. യേശു ഏകനാഥൻ നൽകും നിത്യജീവൻ. രക്ഷ ലഭിക്കുവാൻ എന്തു വേണം? രക്ഷ ലഭിക്കുവാൻ എന്തു വേണം? രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കാം. രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കാം. യേശു ഏകനാഥൻ നൽകും രക്ഷ നിത്യം. യേശു ഏകനാഥൻ നൽകും രക്ഷ നിത്യം. പാപം പൊറുക്കുവാൻ ക്രിയ വേണോ? പാപം പൊറുക്കുവാൻ ക്രിയ വേണോ? പാപം പൊറുക്കുവാൻ ക്രിയ വേണ്ട. പാപം പൊറുക്കുവാൻ ക്രിയ വേണ്ട. ദൈവം പൊറുക്കും. പാപം ക്ഷമിക്കും. ദൈവം പൊറുക്കും. പാപം ക്ഷമിക്കും. പാപത്തിൻ ശമ്പളം എന്താണെന്നോ? പാപത്തിൻ ശമ്പളം എന്താണെന്നോ? പാപത്തിൻ ശമ്പളം മരണമത്രേ. പാപത്തിൻ ശമ്പളം മരണമത്രേ. പാപം നീക്കിടാനാ നാഥൻ വന്നു ഭൂവിൽ. പാപം നീക്കിടാനാ നാഥൻ വന്നു ഭൂവിൽ. മരണത്തെ ജയിച്ചവനാരുണ്ട്? മരണത്തെ ജയിച്ചവനാരുണ്ട്? മരണത്തെ ജയിച്ചവൻ യേശു മാത്രം. മരണത്തെ ജയിച്ചവൻ യേശു മാത്രം. ഇന്നും എന്നുമെന്നും യേശു വാണിടുന്നു. ഇന്നും എന്നുമെന്നും യേശു വാണിടുന്നു. യേശു ഏകനാഥൻ സ്നേഹം നൽകും രാജൻ. യേശു ഏകനാഥൻ നൽകും നിത്യജീവൻ. യേശു ഏകനാഥൻ നൽകും രക്ഷ നിത്യം. ദൈവം പൊറുക്കും. പാപം ക്ഷമിക്കും. പാപം നീക്കിടാനാ നാഥൻ വന്നു ഭൂമിൽ. ഇന്നും എന്നുമെന്നും യേശു വാണിടുന്നു. എൽഷദായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താർത്ഥം? എൽഷദായി എന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള ദൈവം എന്നതിന്റെ ഹീബ്രു വാക്കാണ് എൽഷദായി. രണ്ട് എബ്രായ പദങ്ങളുടെ കോമ്പിനേഷനാണ് എൽഷദായി എന്ന് പറഞ്ഞാൽ. എൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓർ മൈറ്റി വൺ. ഷഡായ് എന്നുള്ളത് ഷാറ്റ് എന്ന ഹീബ്രു വേർഡിൽ നിന്നുണ്ടായത്. ബ്രസ്റ്റ് ഓർ മൗണ്ടൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എൽഷഡായ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപ്രിട്ടേഷനിൽ ഗോഡ് ഓൾ മൈറ്റി ഓർ ഓൾ പവർഫുൾ ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ ഒമ്നിപൊട്ടൻസ് ആൻഡ് സ്ട്രെങ്ത്, ദൈവത്തിന്റെ എന്തും ചെയ്യുവാനുള്ള ശക്തി. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ
ദൈവത്തിന്റെ എന്തും ചെയ്യുവാനുള്ള ശക്തി. മറ്റു ചില സ്കോളേഴ്സ് അതിന് പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഗോഡ് ഓഫ് ദ മൗണ്ടൻസ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗോഡ് ഓഫ് ദ മൗണ്ടൻസ്, ദൈവത്തിന്റെ പ്രസൻസിനെയും പവർ ഇൻ ദ മൗണ്ടൻസ്, പർവ്വതങ്ങളുടെ ശക്തിയും എന്നാണ് ഇതിന്റെ അർത്ഥം. എൽ ഷദായ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോഷണം നൽകാനും ജീവൻ നൽകുവാനുള്ള ശക്തിയെ കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ എൽ ഷദായ് ആകുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറഞ്ഞു. അബ്രാമിന്റെ 100ാമത്തെ വയസ്സിൽ എൽ ഷദായിയുടെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. എബ്രാമിനൊരു കുഞ്ഞു ജനിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:27 പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്കു കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ലൂക്കോസ് 1:37 മറിയയോട് ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. മറിയ ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഒരു പുതിയ പ്രജയുണ്ടാവും, ഒരു പുതിയ റിസൾട്ട് ഉണ്ടാവും. നിങ്ങളുടെ വിഷയത്തിന്റെ പുറത്ത് പരിശുദ്ധാത്മാവ് വന്നാല് ഒരു റിസൾട്ട് ഉണ്ടാവും. കാരണം അവൻ എൽ ഷദായി ആണ്, അവൻ റാഫയാണ്, അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്, അവൻ ഷമ്മയാണ്, എല്ലായിടത്തും ഉള്ളവനാണ്, അവൻ ശാലേം യഹോവയാണ്. റാഫ പിതാവല്ലു എന്താനന്ദം, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലു എന്താനന്ദം. ചേർന്ന് പാടിയാട്ടെ. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനം. യഹോവ എൻ്റെ സമാധാനം, നിസ്സീ
നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. 26 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ 2 മക്കള് ഫിലിപ്പും തിമോത്തിയും. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളപ്പെട്ട കുഷ്ഠരോഗികളെ സ്നേഹിച്ച് കരം താങ്ങിയവരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും. ഇന്ന് ജീവിച്ചിരിക്കുന്നത് മിസ്സിസ് ഗ്ലാഡിസും മകൾ എസ്തേറുമാണ്. ഓസ്ട്രേലിയ ആയിരുന്നു അവരുടെ സ്വദേശം. 1965 ഗ്രഹാം സ്റ്റെയിൻസ് യേശുക്രിസ്തുവിന്റെ സന്ദേശവുമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. ഒറീസയിലെ ഭരിപ്പാട എന്ന ഗ്രാമത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കുഷ്ഠരോഗികളെ അവർ തേടിപ്പോവുകയായിരുന്നു. കാരണം അവരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്നവർ. നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു കുടുംബം. എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളോട് ചില സുവിശേഷ വിരോധികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. 1999 ജനുവരി 22 ഒരു മിഷൻ യാത്ര കഴിഞ്ഞു വരുന്ന വഴിയിൽ വാഹനത്തിലുണ്ടായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും തന്റെ 2 കുഞ്ഞുങ്ങളെയും ഒരു പറ്റം തീവ്രവാദികൾ ചേർന്ന് വാഹനത്തോടെ ചുട്ടുകരിക്കുകയായിരുന്നു. അതിനുശേഷം കുറ്റവാളികളൊക്കെ പിടിക്കപ്പെട്ടു. എങ്കിലും കുറ്റവാളികളോട് ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞത്, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. അവർക്ക് ആരോടും വൈരാഗ്യമോ വെറുപ്പോ ഇല്ല. കാരണം ക്രൂശിൽ കിടക്കുമ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവായിരുന്നു അവർക്ക് മാതൃക. ഈ കാര്യങ്ങൾക്ക് ശേഷം ഒരു ജേർണലിസ്റ്റ് മിസ്സിസ് സ്റ്റെയിൻസിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചെന്നു. അവരോട് പറഞ്ഞു, ഭർത്താവും 2 പിഞ്ചു കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു. എന്താണ് മാഡത്തിന് തോന്നുന്നത്? അവർ പറഞ്ഞു, ബിക്കോസ് ഹി ലിവ്സ് I can face tomorrow because he lives. All fear is gone because I know, yes I know, he holds the future and life is worth the living just because he lives. താൻ വാഴുകയാകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. കാരണം എന്താ? ഭാവിയെല്ലാം തൻ കയ്യിലെന്ന് എത്ര ധന്യമീ ലോക ജീവിതം. സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതി. അതുകൊണ്ട്
അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനെത്ര ബോധമാ. അനാഥൻ അനാഥൻ അശരണനല്ല ഞാൻ, അവകാശി പരദേശി. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനെത്ര ബോധവാൻ. താൻ വാഴും ഒരിക്കൽ കൂടെ താൻ വാഴുക, താൻ വാഴുക, ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയില്ല. തൻ ഓർക്കാം ആയത്ര ധന്യമീയല്ലോ ജീവിതം. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാ. പഠിക്കേ ജീവിത പാതകൾ, ജീവിതയാത്രയിൽ തളരാ. പാദങ്ങളപ്പോൾ കുഴയായ അരുതേ പതറരുതേ, പാദങ്ങളപ്പോൾ കുഴയാ അരുതേ പതറരുതേ. കാരണം എന്താ? ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ഉറപ്പുണ്ടായിരിക്കണം. ജീവിത പാതകൾ ഇരുള, ജീവിത ജീവിത പാദങ്ങളപ്പോൾ കുഴയാം അരുതേ പതറരുതേ. പാദങ്ങളപ്പോൾ കുഴയാം അരുതേ പതറരുതേ. കാരണം ശക്തനാ ജീവിതയാത്രയിൽ തളരേണ്ടിയിരുന്ന ഒരു വ്യക്തിയുണ്ട്. 1833 അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. 1832 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു. 1833 പ്രതിസുധ വധു മരിച്ചു. മാനസിക തകർച്ചയിലായി ആ വ്യക്തി. 1838 ദേശീയ തിരഞ്ഞെടുപ്പിൽ തോറ്റു. 1843, 46, 48 വർഷങ്ങളിൽ കോൺഗ്രസിലേക്ക് അദ്ദേഹം പരാജയപ്പെട്ടു. ജീവിതം നോക്കിയാൽ
പരാജയം മാത്രം. ഇത്രയും പരാജയങ്ങൾ രുചിച്ചറിഞ്ഞെങ്കിലും ഈ വ്യക്തി പതറാതെ ഉറച്ചു നിന്നു. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ആത്മധൈര്യത്തോടെയും ഉന്മേഷത്തോടെയും പ്രവർത്തിച്ച് 1860 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തീർന്നു. അദ്ദേഹം ആരാണെന്നറിയോ? എബ്രഹാം ലിങ്കൺ. ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം, ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കഴിയാം. അപ്പൊ എന്ത് സംഭവിക്കും? മേജർ നിരാശയുള്ളിൽ തെളിയാം, അരുതേ കരയരുതേ, നിരാശയുള്ളിൽ തെളിയാം, അരുതേ കരയരുതേ. കാരണം എന്താ? എൽ ശദായ്, എൽ ശദായ് ഞാൻ കൂടെ വരും. എൽ ശദായ്, എൽ ശദായ് താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ജീവിത ബന്ധങ്ങൾ അഴിയാം, ജീവിത വേദികൾ ഉലയാം, ജീവിത ബന്ധങ്ങൾ അഴിയാം, ജീവിത വേദികൾ ഉലയാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഉള്ളം നീറിപ്പിടയാ, അരുതേ ഭയമരുതേ, ഉള്ളം നീറിപ്പിടയാം, അരുതേ ഭയമരുതേ. കാരണം എന്താ? എഴുന്നേറ്റേക്ക്. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ തളരാം, ജീവിത പാതകളിരുളാം, ജീവിതയാത്രയിൽ പാദങ്ങളപ്പോൾ തുഴയാം, അരുതേ പതറരുതേ, പാദങ്ങളപ്പോൾ തുഴയാം, അരുതേ പതറരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ. ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം, ജീവിത സ്വപ്നങ്ങൾ തകരാം, ജീവിത മോഹങ്ങൾ കരിയാം, നിരാശയുള്ളിൽ തെളിയാം, അരുതേ കരയരുതേ, നിരാശയുള്ളിൽ തെളിയാം, അരുതേ കരയരുതേ. ഇതുള്ളിലുണ്ടാവണം. ശക്തനാകും ജീവിത ബന്ധങ്ങൾ അഴിയാം, ജീവിത വേദികൾ ഉലയാം, ജീവിത ബന്ധങ്ങൾ അഴിയാം, ജീവിത വേദികൾ ഉലയാം, ഉള്ളം നീറിപ്പിടയാം, അരുതേ ഭയമരുതേ, ഉള്ളം നീറിപ്പിടയാം, അരുതേ ഭയമരുതേ. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ഉറപ്പാണ്ടോ? ഇത് ഹൃദയത്തിൽ പിടിപ്പിച്ചോ. ഈ 2 വരി ഹൃദയത്തിൽ പിടിപ്പിച്ചോ.
ശക്തനാകും, ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ശക്തനാകും ദൈവമെന്നും താങ്ങായി കൂടെ വരും. ഹല്ലേലൂയ. ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം ജീവിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കുറവുകളുണ്ടായാൽ നമ്മൾ മനുഷ്യന്റെ സ്വഭാവം അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നാൽ അവരെ ഒന്നും സ്നേഹിക്കുന്നതിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തടസ്സമായിരുന്നില്ല. ദൈവം അവരെ എല്ലാം അനുഗ്രഹിച്ച് ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് ഉപയോഗിച്ചു. ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവിന് നമ്മളെല്ലാവരെയും ആവശ്യമുണ്ട്. അതൊരിക്കൽ കൂടി ഹൃദയത്തിൽ ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങൾ എത്ര നാൾ ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു, ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ളതാണ് പ്രധാനം. എബ്രഹാം വൃദ്ധനായിരുന്നു, യാക്കോബ് സുരക്ഷിതനല്ലായിരുന്നു, ലേയ വിരൂപയായിരുന്നു, ജോസഫ് റിജക്റ്റഡ് ആയിരുന്നു, മോസസ് വിക്കനായിരുന്നു, ഗിദെയോൻ ഭീരുവായിരുന്നു, റാഹബ് വേശ്യയായിരുന്നു, ദാവീദ് വ്യഭിചാരം ചെയ്തവനായിരുന്നു, ഏലിയാവിന് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു, ഇരമ്യാവ് ഡിപ്രഷനിൽ കൂടി കടന്നുപോയ ആളാണ്, യോന മറുതലിക്കുന്നവനായിരുന്നു, നവോമി വിധവയായിരുന്നു, സ്നാപയോനാനെ ചിലരെങ്കിലും ഒരു എക്സെൻട്രിക് ആയിട്ടാണ് പറഞ്ഞിരുന്നത്, പത്രോസ് എടുത്തിയാട്ടക്കാരനും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവനുമായിരുന്നു, മാർത്ത എപ്പോഴും ആകുലപ്പെടുന്നവളായിരുന്നു, ശമരിയാകാരി സ്ത്രീ എല്ലാ വിവാഹ ബന്ധങ്ങളും തകർന്നവളായിരുന്നു, സഖായി ജനസമ്മതനല്ലായിരുന്നു, തോമസ് എപ്പോഴും സംശയിക്കുന്നവനായിരുന്നു, പൗലോസ് ആരോഗ്യം കുറഞ്ഞവനായിരുന്നു, തിമോത്തി ചെറിയവനായിരുന്നു. കുറവില്ലാഞ്ഞ ആരുടെയെങ്കിലും ലിസ്റ്റ് വേദപുസ്തകത്തിലുണ്ടോ? കുറവില്ലാത്ത ആരുടെയെങ്കിലും ലിസ്റ്റ് വേദപുസ്തകത്തിലുണ്ടോ? എന്നാൽ പല പ്രശ്നങ്ങളുള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞു, ദൈവം അവരെ എല്ലാം വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ചു. അതാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങളെ കുറിച്ചും പോരായ്മകളെ കുറിച്ചും എക്സ്ക്യൂസ് പറഞ്ഞു മാറി നിൽക്കരുത്. നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ നിങ്ങളിൽ ഒരുപാട് നന്മകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുറിച്ചുള്ള എല്ലാം കർത്താവിനറിയാം. നമ്മളെ കുറിച്ചുള്ള എല്ലാം നല്ലതും അറിയാം, ചീത്ത അറിയാം. ഈ കർത്താവ് എന്നെയും നിങ്ങളെയും വളരെ വാല്യൂ ആയുള്ള വ്യക്തിയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയം യേശുവിൽ. കർത്താവന്റെ ജീവിതത്തിൻ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയം യേശുവിൽ. യേശുവിൻ സ്നേഹമോർത്ത, കാൽവരിയാഗമോർത്ത നന്ദി നിറഞ്ഞിടുന്നു. യേശുവിൻ സ്നേഹമോർത്ത, കാൽവരിയാഗമോർത്ത നന്ദി നിറഞ്ഞിടുന്നു. കർത്താവന്റെ ജീവിതത്തിൻ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയം യേശുവിൽ. കർത്താവന്റെ ജീവിതത്തിൻ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാലും ആശ്രയം യേശുവിൽ.
രോഗത്തിൽ സൗഖ്യമേശു, ജീവന്റെ മാർഗം യേശു. ഇന്നെന്റെ നാഥനല്ലോ, രോഗത്തിൽ സൗഖ്യമേശു, ജീവന്റെ മാർഗമേശു. ഇന്നെന്റെ നാഥനല്ലോ. കർത്താവെന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ, യാഗത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിയിടുന്നു. എന്നാലും ആശ്രയം യേശുവിൽ. കർത്താവെന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിയിടുന്നു. എന്നാലും ആശ്രയം യേശുവിൽ. ആശയറ്റുഴഞ്ഞ എൻ്റെ ആന്തരികാനന്ദമാ യേശുവെന്നുള്ളിലുണ്ട്. ആശയറ്റുഴഞ്ഞ എൻ്റെ ആന്തരികാനന്ദമാ യേശുവെന്നുള്ളിലുണ്ട്. കർത്താവെന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാ, പാപത്തിൽ നിന്നും മോചനം നൽകി ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാലും ആശ്രയം യേശുവിൽ. ഈ കർത്താവാണ് എൻ്റെ സങ്കേതം, ഈ കർത്താവാണ് എൻ്റെ കോട്ട, ഈ കർത്താവാണ് എൻ്റെ പ്രാണനാഥൻ, ഈ കർത്താവാണ് എൻ്റെ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും. എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കാം. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ആരാധിക്കും ഞാൻ പൂർണ്ണ
പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവൻ കാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ അടിയനിതാ